വെൽക്കം ടു സായ് ഹൈ. ഇന്ന് നമ്മളൊരു റിക്രൂട്ട്മെൻറ്റ് ന്യൂസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് CBSE, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഒരു സെൻട്രൽ ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ഓട്ടോണോമസ് ഓർഗനൈസേഷനാണ് CBSE അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. സോ അതുവഴി ഉള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ന്യൂസാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു സെൻട്രൽ ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റിയൊക്കെ നോക്കുന്നവർക്ക് വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ വരുന്നത്. സോ നമുക്ക് അവരുടെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും അവരുടെ വെബ്സൈറ്റിൽ കാണാവുന്നതാണ്. cbse.government.in എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് CBSE റിക്രൂട്ട്മെൻറ്റ് 2024 ഓർ 2025 എന്നടിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ വേക്കൻസി നോട്ടിഫിക്കേഷൻ, അഡ്വർടൈസ്മെൻറ്റ് എല്ലാം തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലിങ്ക് തന്നെ ആ ഒരു നോട്ടിഫിക്കേഷനാണ്. സോ ഞാനിവിടെ ഓൾറെഡി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് കൂടുതൽ ചെക്ക് ചെയ്യാം. സോ നിലവിൽ 2 ഡിഫറെൻറ്റ് പോസ്റ്റുകളിലോട്ടാണ് ഇവർ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഈ 2 ഡിഫറെൻറ്റ് പോസ്റ്റുകളിലും ഡിഫറെൻറ്റ് കാറ്റഗറീസിലായി, ഡിഫറെൻറ്റ് റിസർവേഷൻസിലായി ഒരുപാട് വേക്കൻസീസ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ സൂപ്രണ്ട് അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റൻറ്റ്, ഈ 2 പോസ്റ്റിലോട്ടാണ് നിലവിൽ അവർ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ പോസ്റ്റ് കോഡ്, ദെൻ പോസ്റ്റിൻ്റെ ഗ്രൂപ്പ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അതിൻ്റെ മാക്സിമം ഏജ്, അതായത് എലിജിബിലിറ്റിക്കുള്ള ഏജ് റിലാക്സേഷൻ എല്ലാം ഒരു ഫസ്റ്റത്തെ ആ ഒരു ചെറിയ ടേബിളിൽ തന്നെ അവർ എല്ലാം നമുക്ക് പ്രസൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ സൂപ്രണ്ട് എന്ന് പറയുന്നത് പേ ലെവൽ 6ലും അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് പേ ലെവൽ 2ലും ഉൾപ്പെടുന്ന പോസ്റ്റുകളാണ്. പോസ്റ്റ് കോഡ് 10/24, ദെൻ 11/24. സൂപ്രണ്ട് അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റൻ്റ് എന്നുള്ളത്. പേ ലെവൽ 6 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഊഹിക്കാവുന്നേ ഉള്ളൂ. അറൗണ്ട് 35,400 മുതൽ 1,12,400 വരെ സാലറി ഇട്ടാവുന്നൊരു പോസ്റ്റാണ് ഈ സൂപ്രണ്ടിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് പേ ലെവൽ 6 പ്രകാരം. ദെൻ ജൂനിയർ അസിസ്റ്റൻറ്റ് പേ ലെവൽ 2 ആണ്. അതിനും സാലറി ആയിട്ട് നമുക്ക് 19,900 മുതൽ 63,200 വരെ പേയ്മെൻറ്റ് സാലറി ആയിട്ട് കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് സെൻട്രൽ ഗവൺമെൻറ് അലവൻസസ് കാര്യങ്ങളെല്ലാം അതിനോടൊപ്പം ഉണ്ടാവും. സോ നല്ല ഒരു സാലറി സ്കെയിലുള്ള 2 പൊസിഷൻസാണ് ഈ CBSEയിലോട്ട് വിളിച്ചിട്ടിരിക്കുന്ന സൂപ്രണ്ടിൻ്റെയും ജൂനിയർ അസിസ്റ്റൻറ്റിൻ്റെയും. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം ഏജ്, ദെൻ അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അതായത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള റിസർവേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് നെക്സ്റ്റ് ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ കാസ്റ്റ് റിസർവേഷൻസും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില ചെറുതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അടുത്തതായി തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആവുക എന്നുള്ളത് ഈ ഒരു പോസ്റ്റിനോട്ട് അപ്ലിക്കേഷൻ നമുക്ക് സമർപ്പിക്കാവുന്നതിനുള്ള ഒരു ബേസിക് എലിജിബിലിറ്റിയാണ്. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എന്ന് പറയുന്നത് 2/1/2025 മുതൽ 31/1/2025 വരെയാണ്. അതായത് ജനുവരി 2, 2025 ജനുവരി 2 മുതൽ ജനുവരി 31 വരെ. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും കാരണങ്ങൾ, വല്ല അഡ്മിനിസ്ട്രേറ്റീവോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്താൽ പോലും നമ്മുടെ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും, ഇപ്പോൾ ഏജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അതിലൊക്കെ ആസ്പദമാക്കുന്ന അല്ലെങ്കിൽ ബേസിക്കായിട്ട് കൺസിഡർ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിന് ഒരു പർട്ടിക്കുലർ ഡേറ്റ് വെച്ചായിരിക്കുമല്ലോ നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. സോ അതിനുള്ള ഡേറ്റ് 31/1/2025 തന്നെ ആയിരിക്കും. അതിൽ മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദെൻ റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് SC ST OBC, നോൺ ക്രീം ലെയർ, EWS, അതുപോലെ തന്നെ PWBD, ESM, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർവേഷൻസ് ഉണ്ട്. സോ ഇതിൽ റിസർവേഷൻസ് ഏത് കാറ്റഗറിയിൽ റിസർവേഷൻ ലഭിക്കേണ്ടുന്ന ഒരാളായിരുന്നാലും അപ്ലിക്കൻ്റ് ഏത് കാറ്റഗറിയിൽ നിന്നാണ് റിസർവേഷൻ നോക്കുന്നത് എന്നിരുന്നാലും അവർ സെൻട്രൽ ലിസ്റ്റിൽ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരായിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് അതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമുക്കറിയാലോ, സെൻട്രൽ ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് റിലേറ്റഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ മിനിമം തഹസിൽദാറിൽ കുറയാത്ത ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനിൽ നിന്നും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ള EWS കാറ്റഗറിയിലവരാണെങ്കിൽ അവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ തഹസിൽദാറായിരിക്കണം, മിനിമം തഹസിൽദാരെങ്കിലും ആയിരിക്കണം അത് നമുക്ക് സർട്ടിഫൈ ചെയ്ത് തരേണ്ടിരുന്നത്. ദെൻ അതുപോലെ തന്നെ റിസർവേഷൻ ഫോർ എക്സ് സർവീസ് മാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ദെൻ ഇതിൻ്റെയൊക്കെ ഫോംസ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പെർഫോമ അല്ലെങ്കിൽ അനക്സർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊരു ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനാണ്, അറൗണ്ട് 35 പേജുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. സോ ആഫ്റ്റർ 20 പേജസ് ഇതിൻ്റെയൊക്കെ അനക്സർ അല്ലെങ്കിൽ പെർഫോമയാണ്, അതായത് NCL, EWS, SC, ST ഇതുപോലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ദെൻ ഇൻകം സർട്ടിഫിക്കറ്റ്, ദെൻ PWBD സർട്ടിഫിക്കറ്റ്സ്, ഇതിൻ്റെയൊക്കെ പെർഫോമയാണ് ഈ 20 പേജസിന് ശേഷം ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇതിൽ PWD കാറ്റഗറീസിന് ഉള്ള ഡിസബിലിറ്റീസിൻ്റെ കാറ്റഗറീസ് ഏതൊക്കെ, അതിന് ഇവർക്ക് വേണ്ടി വരുന്ന സർട്ടിഫിക്കറ്റ് എങ്ങനെ എവിടെ നിന്ന് കൊടുക്കണം എന്നുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിസർവേഷൻ കാര്യങ്ങൾ പറയുമ്പോൾ അതിലുള്ളതാണ്, ഏതൊരു റിസർവേഷനാണ് വാട്ട് എവർ ഇറ്റ് ഈസ്, കാസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ PWBD ആവട്ടെ അല്ലെങ്കിൽ EWS ആവട്ടെ, എന്താണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് 31/1/2025 മുന്നേ ആയിരിക്കണം. അതിന് ശേഷം ഒരു സർട്ടിഫിക്കറ്റും കൺസിഡർ ചെയ്യുന്നതല്ല. ദെൻ അപ്പർ ഏജ് ലിമിറ്റിലുള്ള റിലാക്സേഷൻ, ഏജ് ലിമിറ്റിലുള്ള റിലാക്സേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. SC ST കാറ്റഗറിയിലോട്ട് 5 ഇയേഴ്സ്, ദെൻ OBC നോൺ ക്രിമിലെയർ സെൻട്രൽ ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 3 ഇയേഴ്സ്, ദെൻ PWBD അൺറിസർവ്ഡ് ഇൻക്ലൂഡിങ് വുമൺ ആണെന്നുണ്ടെങ്കിൽ 10 ഇയേഴ്സ്, ദെൻ PWBD OBC NCL സെൻട്രൽ ലിസ്റ്റ് ഇൻക്ലൂഡിങ് വുമൺ ആണെന്നുണ്ടെങ്കിൽ 13 ഇയേഴ്സ്, ദെൻ PWBD SC ST ഇൻക്ലൂഡിങ് വുമൺ 15 ഇയേഴ്സ്, ദെൻ എക്സ് സർവീസ്മാൻ വുമൺ ഡിപ്പാർട്ട്മെൻറ്റ് കാൻഡിഡേറ്റ്സ് എല്ലാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് റോൾസ് ആണ് പിന്നീട് പറയുന്നത്. സോ സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ ഗ്രൂപ്പ് B ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ്. മിനിമം ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബാച്ചിലർ ഡിഗ്രിയാണ്, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു റെക്കഗ്നൈസ്ഡ് ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഇക്വലൻ്റ് ഡിഗ്രിയാണ്. ദെൻ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ഒക്കെ എന്താണ്, ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻസ് ആണ്. ദെൻ മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റിന് ടയർ 1 എക്സാം ഉണ്ട്, ദെൻ ടയർ 2 എക്സാം ഉണ്ട്. ടയർ 1 എന്ന് പറയുന്നത് MCQ ബേസ്ഡ് ആണ്, പ്രിലിമിനറി സ്ക്രീനിങ് എക്സാമിനേഷനാണ്. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത്. ദെൻ ടയർ 2 ഒബ്ജക്റ്റീവ് ടൈപ്പാണ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് മെയിൻ എക്സാമിനേഷനും ടയർ 2 ഉണ്ട്. ദെൻ അതിൽ വേണ്ടത് നമുക്ക് ഒരു ടൈപ്പിംഗ് സ്പീഡ് വേണം, ടൈപ്പിംഗ് സ്പീഡ് ഓഫ് 35 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ 30 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി. ഓക്കെ, അതാണ് ടൈപ്പിംഗ് സ്പീഡ് റിക്വയർ ആയിട്ടുള്ളത്. ഇത് കമ്പ്യൂട്ടറിലോട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്താണ് 10,500 കീ ഡിപ്രഷൻ പെർ ഹവറും അതുപോലെ തന്നെ 9,000 കീ ഡിപ്രഷൻ പെർ ഹവറുമാണ് കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ വരിക. ദെൻ ജൂനിയർ അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ 12th ക്ലാസ് ഓർ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ആണ് ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ടൈപ്പിംഗ് സ്പീഡ് അവിടെയും പറഞ്ഞിട്ടുണ്ട്, സെയിം തന്നെയാണ് 35 വേർഡ് പെർ മിനിറ്റ് ഓർ 30 വേർഡ് പെർ മിനിറ്റ്. അതായത് കമ്പ്യൂട്ടറിലോട്ടാണെന്നുണ്ടെങ്കിൽ 10,500 ആൻഡ് 9,000 കീ ഡിപ്രഷൻ പെർ ഹവർ. ദെൻ മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ടയർ 1 എക്സാമിനേഷനാണ് ഉള്ളത്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉള്ളത്. ദെൻ എക്സാമിനേഷൻ ഫീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അൺറിസർവ്ഡ് അല്ലെങ്കിൽ OBC NCL ദെൻ EWS ഈ സെക്ഷൻസിനെല്ലാത്തിനും ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഓരോ പോസ്റ്റിനും 800 റുപ്പീസാണ്. സോ നിങ്ങൾ 2 പോസ്റ്റിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,600 റുപ്പീസ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരും. ദെൻ ബാക്കിയുള്ള എല്ലാ കാറ്റഗറീസിനും അഥവാ SC ST PWBD എക്സ് സർവീസ് മെൻ ദെൻ വുമൺ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ഇവർക്കൊന്നും ആപ്ലിക്കേഷന് ഫീ ഇല്ല എന്നുള്ളതും അവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓൺലൈൻ മോഡിൽ മാത്രമായിരിക്കും പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ആവുന്നത്. ദെൻ എക്സാമിനേഷൻ്റെ സ്കീം പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളെ സൂപ്രണ്ട് പോസ്റ്റിലോട്ടുള്ള എക്സാമിന് ടയർ 1 എക്സാമിനേഷൻ ഉണ്ട്, അത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് MCQ അല്ലെങ്കിൽ OMR എക്സാമിനേഷനാണ്. ദെൻ അതിൽ പാർട്ട് 1, 2, 3, 4, 5 ഉണ്ട്. അതിൽ ഓരോ പാർട്ടിലും എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. സോ പാർട്ട് 1 കറണ്ട് അഫയേഴ്സ് ആൻഡ് ജനറൽ അഫയേഴ്സ് ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 30, ദെൻ ടോട്ടൽ മാർക്സ് 90, ദെൻ ജനറൽ മെൻ്റൽ എബിലിറ്റി, ജനറൽ ഇൻ്റലിജൻസ് ദാറ്റ് ഈസ് ആപ്റ്റിറ്റ്യൂഡ്, ദെൻ 30 ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. ദെൻ അരിത്തമെറ്റിക് ആൻഡ് ന്യൂമറൽ എബിലിറ്റി, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ 30 ക്വസ്റ്റ്യൻസ്. ദെൻ ജനറൽ ഹിന്ദി അതിൽ 15+15 2 പാർട്ടായിട്ട് ജനറൽ ഹിന്ദിക്കും ജനറൽ ഇംഗ്ലീഷിനുമായിട്ട് 15 ക്വസ്റ്റ്യൻസ് ഈച്ച്. സോ ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ്. ദെൻ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി 30 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ഫോർ 450 മാർക്സ് ആണ്. ഈ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഓരോ റൈറ്റ് ആൻസറിനും 3 മാർക്സും പിന്നെ ഓരോ റോങ് ആൻസേഴ്സിനും -1 മാർക്കുമാണ് ഉള്ളത്. ഓക്കെ, ദെൻ ടയർ 2 എക്സാമിനേഷൻ ഉണ്ട്. അതിൽ കറണ്ട് അഫയേഴ്സിൽ 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും ഉണ്ട്. സോ
ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ 4 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിന് ഓരോന്നിനും 5 മാർക്ക് വീതം 20 മാർക്കാണ് വരുന്നത്. ഓക്കെ, ദെൻ അതിൽ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, അതിൽ 4 ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവിലും 4 ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റീവിലും വരുന്നുണ്ട്. ഇന്ത്യൻ എക്കണോമിയിലും അതുപോലെ തന്നെ 4 ഡിസ്ക്രിപ്റ്റീവിലും OMRലും. ദെൻ ഇന്ത്യൻ ജോഗ്രഫി, സയൻസ് ആൻഡ് ടെക്നോളജി, കൺസെപ്റ്റ് ഇഷ്യൂഡ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സിലബസ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, പൊളിറ്റി, ഗവേണൻസ്, ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ. അങ്ങനെ ടോട്ടൽ ടയർ 2 വരുന്നത് 50 ക്വസ്റ്റ്യൻസ് MCQ ഫോർ 150 മാർക്സ്, ദെൻ 30 ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റീവ് ദാറ്റ് ഈസ് ഓൾസോ ഫോർ 150 മാർക്സ്. ദെൻ ജൂനിയർ അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിലതുപോലെ തന്നെ പാർട്ട് 1 to പാർട്ട് 5 കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസും ദെൻ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 300 ആയിരിക്കും. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ 2 മണിക്കൂറായിരിക്കും. ഓക്കെ, സോ ഓരോ റൈറ്റ് ആൻസറിനും 3 മാർക്സ്, ദെൻ ഓരോ നെഗറ്റീവ് മാർക്സ് ഫോർ ഈച്ച് റോങ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ ബോത്ത് ഇംഗ്ലീഷ്, ഹിന്ദി, അതായത് 2 ലാംഗ്വേജിൽ, ബൈലിംഗ്വൽ ലാംഗ്വേജിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ കട്ട് ഓഫ് കാര്യങ്ങൾ എക്സാമിനേഷൻ്റെ ശേഷം ആയിരിക്കും. അതുപോലെ തന്നെ കാറ്റഗറി വൈസ് കട്ട് ഓഫ് ഒക്കെ അതിന് ശേഷം അറിയുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ എക്സാമിനേഷൻ സിറ്റീസ് ആയിട്ട് നമുക്കിവിടെ 14 സിറ്റീസ് കൊടുത്തിട്ടുണ്ട്. സോ കേരളത്തിലുള്ളവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തിരുവനന്തപുരം എന്ന് പറയുന്ന ഒറ്റ ഒരു സിറ്റി മാത്രമാണ്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ മറ്റ് ക്രൈറ്റീരിയാസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ ഏറ്റവും അവസാനം ഒരു പേജ് 20 തൊട്ടിട്ട് ഇതിൽ അവരുടെ അനക്സസ്, ദെൻ പെർഫോമർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഏതൊരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് 31/1/2025 മുന്നേ പ്രൊഡ്യൂസ് ചെയ്യണം. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് അതിൻ്റെ ഫോർമാറ്റ് തഹസിൽദാരുടെ മുൻപാകെ സമർപ്പിക്കുകയും ദെൻ അവരിന് വേണ്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യണം. കാരണം അത് കുറച്ച് സമയം എടുക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട്. സോ ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ കൈൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഫോർമാറ്റ് അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഫോർമാറ്റിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സൂപ്രണ്ടിന് ഒരു ഡിഗ്രിയും അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റൻറ്റിന് എന്ന് പറയുന്നത് ഒരു +2 അല്ലെങ്കിൽ നിങ്ങൾ 12th ഈക്വലൻ്റ് ഒക്കെയാണ് ചോദിക്കുന്നത്. സോ ആ ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ബെറ്റർ ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നല്ല പേ സ്കെയിലുണ്ട്. പേ ലെവൽ 6ഉം അതുപോലെ തന്നെ പേ ലെവൽ 2 ആണ്. സോ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ നോക്കുക, എക്സാം അറ്റൻഡ് ചെയ്യുക, എല്ലാവരും മാക്സിമം അതിനുവേണ്ടി ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ്, അങ്ങനെ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ മറ്റ് റിലേറ്റീവ്സോ ആരാവട്ടെ അവർക്കെല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുപോലത്തെ മോർ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.